നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുമോ? ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടുമോ എന്നീ ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഉത്തരം കിട്ടാൻ കാത്തിരുന്നത്. ഇന്ന് കോടതിയിൽ വാദം കേട്ടിരുന്നു. വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. നാളെയും വാദം തുടരും. അതിനിടയിൽ രാഹുലിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചൊരു തീരുമാനം കോടതി എടുത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പരാതിക്കാരി രംഗത്ത് വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ്. എവിടെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മൊബൈൽ ഫോൺ ഓഫാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ കോയമ്പത്തൂർ എത്തി, ബാംഗ്ലൂർ എത്തി, തമിഴ്നാട്ടിലെത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. പക്ഷേ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതായത് പോലീസിന്റെ റഡാറിൽ പെട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകും. പോലീസ് വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിൽ 1.5 മണിക്കൂർ നേരത്തെ വാദമാണ് പൂർത്തിയായത്. എന്നാൽ എപ്പോഴാണ് വിധി വരിക? അത് നാളെ ആയിരിക്കും വിധി വരിക. നാളെ വാദം തുടരും. നാളെ തന്നെ വിധി ഉണ്ടാകുമോ? വിധി പറയാൻ മാറ്റുമോ? ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. പ്രോസിക്യൂഷനോട് ഒരു രേഖ കൂടി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉത്തരവെന്നതിലും വ്യക്തതയില്ല. അതേസമയം ഉത്തരവ് വൈകുമെങ്കിൽ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് പ്രോസിക്യൂഷൻ ഉറപ്പ് നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. ഉത്തരവ് വൈകുമെങ്കിൽ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് പ്രോസിക്യൂഷൻ ഉറപ്പ് നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ അത്തരത്തിലൊരു ഉറപ്പ് നൽകാനാവില്ല എന്നാണ് പ്രോസിക്യൂട്ടർ മറുപടി നൽകിയത്. നിരവധി രേഖകൾ പരിശോധിക്കാനുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. പരിശോധനകൾ പൂർത്തിയായാൽ ഉത്തരവ് ഉണ്ടാകും. അല്ലെങ്കിൽ നാളെയാണ് ഉത്തരവ് ഉണ്ടാവുക. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ പരാതി കോൺഗ്രസ് നേതൃത്വം DGPക്ക് കൈമാറിയിരിക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേക സംഘത്തിന് DGP ഈ ഒരു പരാതി കൈമാറിയത്. എന്തായാലും നാളെ വിധി വരും. എന്താണ് വിധി എന്നത് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അടച്ചിട്ട കോടതി മുറിയിൽ 1.5 മണിക്കൂറാണ് വാദം നടന്നത്. ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു. പോലീസിന്റെ റിപ്പോർട്ടിൽ രാഹുലിനെതിരെ ഗുരുതര പരാമർശമാണുള്ളതെന്നാണ് വിവരം. രാഹുൽ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും ചാറ്റുകളും എല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ജാമ്യം അനുവദിക്കുന്ന പക്ഷം പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ യുവതിയുടെ പരാതി വ്യാജമാണെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. പരസ്പര സമ്മതത്തോടെയായിരുന്നു ലൈംഗിക ബന്ധം. കേസിന് പിന്നിൽ BJP CPM ഗൂഢാലോചനയാണ്. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇപ്പോൾ കേസ് വന്നതെന്നടക്കമുള്ള വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അറസ്റ്റിനുള്ള നീക്കം നടത്തിയതിന് പിന്നാലെയായിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. പരാതിക്കാരിയുമായി തനിക്ക് ദീർഘകാലമായി സൗഹൃദമുണ്ടെന്നും പക്ഷേ യുവതി പറയുന്നത് പോലെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുമായിരുന്നു രാഹുലിന്റെ ഹർജിയിലെ പ്രധാന വാദം. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിത ഗർഭചിത്രം തുടങ്ങി ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ചുമത്തിയത്. ഇതുപ്രകാരം 10 വർഷം മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാം. കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. രാഹുലിനെതിരെ ലൈംഗിക പീഡനം ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഒരു യുവതി രംഗത്ത് വന്നതും അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. KPCCക്കായിരുന്നു യുവതി പരാതി നൽകിയത്. പരാതി പാർട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ പരാതിയിൽ കേസെടുക്കുക എന്ന നീക്കത്തിലേക്ക് ഒരുങ്ങുകയാണ്. അതേസമയം രാഹുലിന്റെ അഭിഭാഷകൻ യുവതിക്കെതിരായ തെളിവുകളായി പെൻഡ്രൈവുകളും വീഡിയോകളും സമർപ്പിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശാസ്തമംഗൽ അജിത് കുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ബലാത്സംഗവും ഗർഭചിത്രവും ഒഴികെ പരാതിക്കാരി ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുമായി പരിചയമുണ്ട്, പ്രണയബന്ധമുണ്ടായിരുന്നു, പെൺകുട്ടി പറഞ്ഞതുപോലെ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഗർഭചിത്രം ചെയ്തിട്ടില്ലെന്നുമാണ് രാഹുലിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.